ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. രാവണൻ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ കയറി ഓരോ ഭൂപ്രദേശവുമായി ചുറ്റി സഞ്ചരിക്കുകയാണ്. വേദവതിയിൽ നിന്ന് ഉണ്ടായ ശാപം ഒക്കെ രാവണൻ അപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥ എന്നുള്ളതല്ലാതെ അതിലൊന്നും ഗൗരവത്തോടുകൂടി രാവണൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം രാവണൻ അങ്ങനെ വീണ്ടും പലയിടങ്ങളും ചുറ്റി സഞ്ചരിക്കുകയാണ്. തനിക്ക് വിധേയമാക്കുവാൻ, തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന രാജ്യങ്ങളും വ്യക്തികളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള മോഹവുമായി രാവണൻ ഈ വിധം പുഷ്പവിമാനത്തിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. ആ സമയത്താണ് മരുത്തൻ എന്ന മഹാരാജൻ ഒരു പ്രദേശത്ത്, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് യാഗം ചെയ്യുന്നതായി രാവണന് മനസ്സിലായി. മരുത്തൻ യാഗം നടത്തുവാനായി ഏറെ കാലമായി മോഹിച്ചിരുന്ന ഒന്നാണ്. പക്ഷേ മരുത്തന് പല കാരണങ്ങൾ കൊണ്ട് യാഗം നടത്തുവാൻ കഴിഞ്ഞില്ല. യാഗം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയി. പ്രധാനമായും മരുത്തൻ്റെ കയ്യിൽ യാഗ നടത്തിപ്പിനായിട്ടുള്ള സമ്പത്തില്ലായ്മയാണ് പ്രധാന പ്രശ്നം. ആ കാലഘട്ടത്തിലൊക്കെ ഒരു യാഗം നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയ സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. അത്തരത്തിലൊരു വലിയ സമ്പത്തില്ലാത്തത് കൊണ്ടാണ് മരുത്തൻ യാഗം ഇങ്ങനെ മാറ്റി വെച്ച് പോയത്. അവസാനം യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും യാഗം നടത്തുകയും ചെയ്യാം. പിന്നെ പലപ്പോഴും മരുത്തനെ യാഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ പിന്തിരിപ്പിക്കുമായിരുന്നു. മരുത്തൻ സത്യസന്ധനായ ഒരു ശ്രേഷ്ഠനായ ഭരണാധികാരിയാണ്. അപ്പോൾ മരുത്തൻ യാഗം നടത്തി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൽ ദേവേന്ദ്രനും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതായത് ദേവേന്ദ്രൻ ഇങ്ങനെ പല തടസ്സങ്ങൾ സൃഷ്ടിച്ച് മരുത്തനെ ഇങ്ങനെ യാഗത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ മരുത്തൻ അവസാനം യാഗം നടത്തുവാൻ തീരുമാനിച്ചു. അപ്പോൾ യാഗം നടത്തുവാൻ തൻ്റെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് മരുത്തനിങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏതെങ്കിലും നിലയിൽ ഇതിനൊരു അവസരം ഉണ്ടാകണേ എന്നിങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നാരദ മഹർഷി മരുത്തൻ്റെ മനസ്സിലെ വ്യഥ മനസ്സിലാക്കി. ഒപ്പം മരുത്തന് യാഗം നടത്തുവാനുള്ള തീവ്രമായ മോഹവും മനസ്സിലാക്കി. അപ്പം മരുത്തൻ്റെ ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാരദ മുനി മരുത്തനോട് പറഞ്ഞു, ഇതിനൊരു പരിഹാരം കാണുവാൻ ഒരു കാര്യം ഞാൻ പറയാം. നാം പറയുന്ന കാര്യം അതുപോലെ നിർവഹിക്കണം. എങ്കിൽ മരുത്തന് ഈ യാഗം വിജയിപ്പിക്കാൻ വേണ്ടുന്ന സമ്പത്തും എല്ലാ സൗകര്യവും ലഭിക്കും. ഒപ്പം യാഗത്തിൽ മരുത്തനെ സഹായിക്കുവാനായി നാം പറയുന്ന വ്യക്തിയെ കണ്ടാൽ അദ്ദേഹം ഒപ്പം കൂടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ മരുത്തന് യാഗം വിജയിപ്പിക്കാനാകും എന്ന് പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു. വനാന്തരത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അനുജൻ അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വനത്തിൽ പോയി സംവർദ്ധൻ, ബൃഹസ്പതിയുടെ സഹോദരൻ സംവർദ്ധനെ കാണണം. സമർത്ഥനെ കണ്ടാൽ
സമർത്ഥൻ അതിനുള്ള വഴി പറഞ്ഞു തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ മരുത്തൻ ബൃഹസ്പതിയുടെ സഹോദരനായ അനുജനായ സമർത്ഥനെ അന്വേഷിച്ച് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. കൊടുങ്കാടാണ്. കൊടുങ്കാട്ടിൽ സമർത്ഥൻ അവിടെ തപസ് ചെയ്യുകയായിരുന്നു. സമർത്ഥനെ കണ്ട് തൻ്റെ യാഗനടത്തിപ്പിനുള്ള ആഗ്രഹം സമർത്ഥൻ്റെ മുമ്പാകെ പറഞ്ഞു. സമർത്ഥൻ പറഞ്ഞു, യാഗനടത്തിപ്പിന് ആവശ്യമായ സമ്പത്ത് ലഭിക്കുവാൻ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ കാണുക, ശിവസ്തുതി ചെയ്യുക, ശ്രീ പരമേശ്വരനെ കാണുക. ശ്രീ പരമേശ്വരനാണ് സമ്പത്തിൻ്റെ നാഥൻ. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചാൽ സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. സമ്പത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരനാണ്. ശ്രീ പരമേശ്വരനെ കണ്ട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് മരുത്തൻ കൈലാസത്തിലേക്ക് പോയി. ശ്രീ പരമേശ്വരനെ കണ്ടു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശവും സമ്പത്തിൻ്റെ ആവശ്യവും എന്താണ് എന്ന് മരുത്തൻ ശ്രീ പരമേശ്വരനെ ബോധ്യപ്പെടുത്തി. ശ്രീ പരമേശ്വരൻ ധാരാളമായി സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തുമായി വന്ന് മരുത്തൻ വളരെ വിപുലമായ നിലയിൽ യാഗം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം ആരംഭിക്കുന്ന സമയത്താണ് രാവണൻ ഇങ്ങനെ ആകാശമാർഗെ പോകുമ്പോൾ അവിടെ യാഗം നടക്കുന്നു. മരുത്തൻ്റെ ഭൂമിയിൽ യാഗം നടക്കുന്നു. മരുത്തൻ യാഗം നടത്തിയാൽ മരുത്തൻ കൂടുതൽ ശക്തനാകും. അപ്പം മരുത്തനെ യാഗത്തിൽ നിന്ന് വിലക്കണം. അല്ലെങ്കിൽ തന്നെ താനുള്ളപ്പോൾ മറ്റൊരു ഭരണാധികാരി, മറ്റൊരു രാജാവ് എന്തിനാണ് കരുത്തനായി മാറുക എന്നുള്ളതാണല്ലോ രാവണൻ്റെ ചിന്ത. രാവണൻ അവിടെ ഇറങ്ങി. അപ്പം അവിടെ ഇന്ദ്രനും കുബേരനും വരുണനും യമനും ഒക്കെ ഉണ്ട്. അവർ യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. രാവണൻ വരുന്നത് കണ്ട് അവർ മാറിക്കളഞ്ഞു. കാരണം അനാവശ്യമായി രാവണനുമായി ഒരു യുദ്ധത്തിന് അപ്പോൾ അവസരമുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ്. അതുമാത്രമല്ല, ഇന്ദ്രനെ തോൽപ്പിച്ചിരിക്കുകയാണ്, കുബേരനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി യമനും വരുണനും ഒക്കെ തന്നെ ഇന്ദ്രനെ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ദേവന്മാരുടെ പട്ടികയിൽപ്പെടുന്നവരാണ്. അവരെല്ലാം രാവണന് വിധേയരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെല്ലാം തന്നെ വേഷം മാറി ഓരോരോ ജീവികളുടെ വേഷം ധരിച്ച് മാറി. ഇന്ദ്രൻ മയിലായി മാറി, യമൻ കാക്കയായി മാറി, കുബേരൻ ഓന്തായി മാറി, വരുണൻ ഹംസമായി മാറി. ഇങ്ങനെ വ്യത്യസ്ത ജീവികളായി മാറി അവർ മാറി നിന്നു. രാവണൻ വരുമ്പോൾ അവിടെ ദേവന്മാരൊന്നുമില്ല. മരുത്തൻ അവിടെ യാഗം ചെയ്യാനിരിക്കുന്നു. രാവണനെ കണ്ടിട്ട് കണ്ട ഭാവം പോലും കാണിച്ചില്ല. രാവണൻ ആരാണെന്നോ രാവണൻ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും മരുത്തൻ ചോദിക്കുന്നില്ല. ഇപ്പോൾ രാവണൻ വന്നപ്പോൾ രാവണനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മരുത്തൻ അവിടെ ഇരിക്കുന്നത് കണ്ട് രാവണൻ ദേഷ്യത്തോടുകൂടി ചോദിച്ചു, നാം ആരാണെന്നറിയില്ലേ? നാം സർവ്വലോകങ്ങളിലും പ്രഗത്ഭനായ വ്യക്തി ദശാനനൻ രാവണനാണ്. അപ്പോൾ മരുത്തൻ ഇങ്ങനെ വളരെ ശാന്തമായി രാവണൻ്റെ മുഖത്തേക്ക് നോക്കി. നാം ഇപ്പോൾ ഇന്ദ്രൻ ജയിച്ചു, നമ്മുടെ ജ്യേഷ്ഠൻ കുബേരനെ ജയിച്ചു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് രാവണൻ തൻ്റെ വീമ്പ് വെളിവാക്കി. ഇത് കേട്ട് മരുത്തൻ വളരെ പുച്ഛ സ്വരത്തിൽ പറഞ്ഞു,
സ്വന്തം ജ്യേഷ്ഠനെ തോൽപ്പിച്ചെന്നു പറയാൻ നാണമില്ലേ? സ്വന്തം ജ്യേഷ്ഠനെ തോൽപ്പിച്ചതാണോ മഹാകാര്യമായി സംസാരിക്കുന്നത്? മാന്യതയുള്ള ആർക്കെങ്കിലും ചേർന്ന രീതിയാണ് ഇത്തരം വർത്തമാനം? ആരെങ്കിലും പറയുമോ ഈ വിധത്തിൽ ഞാൻ ജ്യേഷ്ഠനെ തോൽപ്പിച്ചു എന്ന്? കഷ്ടം തോന്നുന്നു. ഈ വിധത്തിൽ വളരെ പുച്ഛത്തോടുകൂടി മരുത്തൻ പ്രതികരിച്ചു. മരുത്തൻ പ്രതികരിച്ചപ്പോൾ രാവണന് മരുത്തനോട് ദേഷ്യമായി. കാരണം രാവണനെ ഏതെങ്കിലും നില ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ രാവണന് സഹിക്കാൻ പറ്റത്തില്ല. രാവണനെ പ്രകീർത്തിക്കുന്നത് വെച്ച് രാവണനെ ഏതെങ്കിലും നിലയിൽ രാവണനെ തിരുത്തുകയോ രാവണനോട് ശരിയായ അഭിപ്രായം പറയുകയോ ചെയ്താൽ രാവണൻ അവരോട് പൊട്ടിത്തെറിക്കുകയും പ്രതികരിക്കുകയും പറയുന്നതിൻ്റെ ഇരട്ടി ശക്തി രാവണൻ പറയുന്ന അതിനെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് രാവണൻ. പക്ഷെ മരുത്തൻ ഇതിങ്ങ് പറയുമ്പോൾ രാവണന് കോപം നിയന്ത്രിക്കാനായില്ല. രാവണൻ മരുത്തനെ യുദ്ധത്തിന് വിളിച്ചു. അപ്പം മരുത്തൻ യാഗത്തിനൊരുങ്ങുകയാണ്. യാഗത്തിനൊരുങ്ങുന്ന മരുത്തനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ സ്വാഭാവികമായ ഒരു രാജാവാണ്. യുദ്ധത്തിന് വിളിച്ചാൽ യുദ്ധത്തിന് പോവുക സ്വാഭാവികമാണ്. മരുത്തൻ എന്നാൽ ശരി, നിന്നോട് ഏറ്റുമുട്ടിയിട്ട് തന്നെയാണ് കാര്യം, ബാക്കി കാര്യം എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാനായി മരുത്തൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ സമ്മർദ്ദൻ തടഞ്ഞു. സമ്മർദ്ദൻ പറഞ്ഞു, ഒരു കാരണവശാലും യാഗം മുടക്കരുത്, ശിവകോപമുണ്ടാകും. കാരണം ശിവൻ്റെ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുന്ന യാഗമാണ്, ശിവകോപമുണ്ടാകും. ഒരു നിലയിലും യുദ്ധം ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് യാഗം മുടങ്ങാതെ യാഗം നടത്തുക എന്നുള്ളതാണ്. സമ്മർദ്ദൻ തടഞ്ഞപ്പോൾ മരുത്തൻ യുദ്ധം ചെയ്യണ്ട എന്ന് കരുതി ആയുധം താഴെ വെച്ചു. അപ്പോൾ തന്നെ രാവണൻ്റെ ഒരു അനുചരൻ, അനുയായി ശുഗൻ വിളിച്ചു പറഞ്ഞു, രാവണൻ ജയിച്ചേ, രാവണൻ ജയിച്ചേ, ദശാനൻ ജയിച്ചേ, ദശാനൻ ജയിച്ചേ. യുദ്ധത്തിൽ ജയിച്ചു എന്ന് ശുഗൻ വിളിച്ചു പറഞ്ഞത് കേട്ട് സന്തോഷത്തോടുകൂടി രാവണൻ അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വേഷം മാറിയ ദേവന്മാർ മടങ്ങി വന്നു. മയിലായി മാറിയ ദേവേന്ദ്രൻ മയിലിന് ഒരു അനുഗ്രഹം കൊടുത്തു. നിന്റെ പീലികളിൽ നമ്മുടെ നേത്രങ്ങൾ നിനക്കായി സമ്മാനിക്കുന്നു. നിന്റെ മയിൽപ്പീലികൾ മുഴുവൻ തന്നെ നേത്രങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് മയിൽപ്പീലികളിൽ വിടർത്തിയാടുമ്പോൾ നേത്രങ്ങൾ ധാരാളമായി കാണുന്ന രീതിയിൽ മയിലുകൾ മാറിയത്. അതുപോലെ കാക്കയെ മാറിയ യമൻ കാക്കയോട് പറഞ്ഞു, നിന്നെ ആരെങ്കിലും കൊല്ലുകയോ അപകടത്തിൽപ്പെടുകയോ ഏതെങ്കിലും നിലയിൽ നിനക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരാം, പക്ഷേ നിനക്ക് സ്വാഭാവിക മരണം ഉണ്ടാവുകയില്ല, നീ ആഗ്രഹിക്കുമ്പോഴല്ലാതെ. ഈ നിലയിൽ കാക്കയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തു. ഓന്തിനോട് കുബേരൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം പോലെ നിറം മാറുവാനും നിനക്ക് ഏത് നിലയിൽ ജീവിക്കുവാനുള്ള സൗന്ദര്യവും സ്വാതന്ത്ര്യം കിട്ടും, നിനക്ക് ഞാൻ ഒരു കിരീടം സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് ഓന്തിൻ്റെ തലയിലേക്ക് മനോഹരമായ ഒരു കിരീടവും കൊടുക്കുകയാണ്. വരുണൻ ഹംസത്തെ വിളിച്ച് ഹംസത്തോട് പറഞ്ഞു, ഏറ്റവും അഴകുള്ള മനോഹരമായ ഒരു ജീവിയായി നീ മാറുക, നിന്നെ കണ്ടാൽ ആരും മോഹിക്കുന്ന നിലയിലുള്ള ഒരു മനോഹര രൂപം നിനക്ക് ലഭിക്കട്ടെ എന്ന്
വരുണദേവൻ ഹംസത്തിനും അനുഗ്രഹം നൽകി. ഇങ്ങനെ 4 ജീവികൾക്കും വ്യത്യസ്തങ്ങളായ അനുഗ്രഹം ലഭിച്ച് അവർ സന്തോഷത്തോടുകൂടി പോയി. ഇപ്പം രാവണൻ മൂലം പ്രകൃതിയിലെ 4 ജീവികൾക്ക് ദേവന്മാരുടെ പ്രത്യേക കടാക്ഷം ലഭിച്ചു എന്നുള്ളതും ഏറെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്.